പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഏപ്രിൽ മാസം 9-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിൻ്റെയും വിടുതലിൻ്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം 19-ാം വാക്യം. ദ ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 15 വേഴ്സ് 19 നാം ഇപ്രകാരം വായിക്കുന്നു: എനിക്ക് ഒരു അനുഗ്രഹം തരണം, നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്, നീരുറവുകളെയും കൂടെ എനിക്ക് തരണം എന്ന് അവൾ ഉത്തരം പറഞ്ഞു. അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകളെ കൊടുത്തു. നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് വാഗ്ദത്ത വചനമായി ലഭിച്ചത്. നമുക്കറിയാം, ദൈവത്തിൻ്റെ വലിയ പദ്ധതി അനുസരിച്ച് ഏകദേശം 430 വർഷത്തെ മിസ്രൈമ്യ ഫറവോന്യ അടിമത്വത്തിന് ശേഷം ഇസ്രയേൽ ജനം മിസ്രൈമിൽ നിന്നും യാത്ര തിരിച്ചു. എന്നാൽ അവരുടെ യാത്രയിൽ അനേക കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. അവസാനം യെഫുന്നയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും മാത്രമേ ആ കൂട്ടത്തിൽ നിന്നും എത്തിച്ചേർന്നുള്ളൂ. അങ്ങനെ ദൈവിക നിയോഗമനുസരിച്ച് ഓരോ കൂട്ടർക്കുമായി, ഓരോ ഗോത്രത്തിനുമായി ദൈവിക നിയോഗം, ആലോചന ഒട്ടും വ്യതിചലിക്കാതെ യോശുവ വിഭാഗിച്ചു കൊടുത്തു. ചുരുക്കത്തിൽ ഹെബ്രോൻ കാലേബിന് ലഭിക്കുകയുണ്ടായി. കാലേബ് ഹെബ്രോനിൽ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന അനാക്കിന്റെ പുത്രന്മാരെ മൂവരെയും മാറ്റിക്കളഞ്ഞു. എന്നാൽ ദബീർ നിവാസികളെ, കിര്യത്ത് സഫീർ എന്നുള്ള നേരത്തെയുള്ള പേരിൽ അറിയപ്പെടുന്നവരെ ഇതാ മാറ്റുവാൻ ആര് മുൻപോട്ട് വന്നവരെ ജയിക്കുന്നുവോ അവർക്ക് തന്റെ മകളായ അക്സയെ നൽകുമെന്ന് കാലേബ് പ്രഖ്യാപിച്ചു. ഇതാ സഹോദരപുത്രനായ ഒത്നിയേൽ അവരെ പിടിച്ചടക്കി കാലേബ് പ്രഖ്യാപിച്ചതുപോലെ തന്റെ മകളെ ഒത്നിയേലിന് ഭാര്യയായി നൽകി. എന്നാൽ ഒത്നിയേൽ തന്റെ ഭാര്യയായ കാലേബിന്റെ മകളായ അക്സയോട് പറഞ്ഞിരുന്നു, നീ നിന്റെ പിതാവിനോട് ഒരു നിലം, പാടശേഖരം അഥവാ നീരുറവ ഉള്ള സ്ഥലം ആവശ്യപ്പെടണം. അങ്ങനെ ഒത്നിയേലും അക്സയും പിതാവിന്റെ അടുക്കൽ വന്നപ്പോൾ പിതാവ് അങ്ങോട്ട് തന്നെ ചോദിക്കുകയാണ്, മകളെ, നിനക്ക് ഞാൻ എന്താണ് തരേണ്ടത്? അതിന്റെ മറുപടിയാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായ യോശുവ 15:19. അപ്പാ, എനിക്ക് ഒരു അനുഗ്രഹം വേണം. നീ എന്നെ തെക്കേ ദേശത്തോട്ടല്ലേ അയച്ചിരിക്കുന്നത്, എനിക്ക് നീരുറവ വേണം. ആ പിതാവായ കാലേബ് മലയിലും താഴ്വാരത്തും നീരുറവുകളെ നൽകി തന്റെ മകളുടെ ആഗ്രഹത്തെ മാനിച്ചു. 2025 ഏപ്രിൽ മാസം 9-ാം തീയതി ബുധനാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, എൻ്റെ അനുജന്മാരെ, അനുജത്തിമാരെ, ജീവിതത്തിൽ ചില നീറുന്ന പ്രശ്നങ്ങളുടെ വഴി തേടി എൻ്റെ ഇന്നിന്റെ പ്രശ്നം ആര്
പരിഹരിക്കും? ഇതിന് ഒരു സൊല്യൂഷൻ എവിടെ കിട്ടും? എൻ്റെ കുഞ്ഞിൻ്റെ രോഗം, എൻ്റെ കുടുംബത്തിലെ ചില വിഷയങ്ങൾ, എൻ്റെ ജോലിയിൽ നേരിടുന്ന പ്രതികൂലങ്ങൾ, എഗ്രിമെന്റിന്റെ കോൺട്രാക്റ്റിന്റെ വിഷയങ്ങൾ, ശമ്പളം തടഞ്ഞു വച്ചിരിക്കുന്നത്, അകാരണമായി എന്നെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നത്, മാനസികമായി തളർന്നിരിക്കുന്നത്, ഞാൻ ആത്മീകമായി പിന്നോട്ട് പോയത്, പാടുവാൻ സാധിക്കുന്നില്ല, പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല, ദൈവവചനം വായിക്കത്തക്കവണ്ണം വേദപുസ്തകത്തെ തൊടാൻ പോലും പറ്റാതെ വണ്ണം തടസ്സങ്ങൾ, ആകമാനം നിരാശ, എങ്ങോട്ട് നോക്കിയാലും സന്തോഷിക്കാൻ പ്രത്യാശയ്ക്ക് ഒരു മാർഗവുമില്ല. വിദൂരത്ത് നിന്നും മകളുടെ ഫോൺ കോൾ വന്നാലും നിരാശയുടെയും സങ്കടത്തിന്റെയും വാക്കുകൾ മാത്രം. അങ്ങനെ ഏതു വിധേനയും പ്രതികൂലത്തിലും പ്രതിസന്ധിയിലുമായി ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, അങ്ങനെയുള്ള സഹോദരങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പറയുകയാണ്, മകനെ, മകളെ, നിന്റെ ആവശ്യം എന്താ? നമുക്ക് അക്സ തന്റെ പിതാവായ കാലേബിനോട് പറഞ്ഞ പോലെ പറയാം, അപ്പാ, എനിക്കൊരു അനുഗ്രഹം വേണം. ഞാൻ എങ്ങോട്ട് നോക്കിയിട്ടും നിർജീവവും മരവിച്ചതും ആകമാനം പ്രതികൂലത്തിലായതും വറ്റി വരണ്ടതുമായ അനുഭവമാണ്. എന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ, ഭാര്യയുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമ്പത്തികം, ആരോഗ്യം, ആത്മീകം, ആൺമക്കളുടെ, പെൺമക്കളുടെ സമസ്ത മേഖലയിലും വരണ്ട അവസ്ഥയാ. അവിടുന്ന് എനിക്ക് ഒരു നീരുറവയെ ഇന്ന് പകൽ പുറപ്പെടുവിച്ച് തരണം. അതേ പ്രിയമുള്ളവരെ, ഹാഗാറിന് ബേർശേബയുടെ ഒത്ത മരുഭൂമിയിൽ വെച്ച് ഇതാ തന്റെ കുഞ്ഞിനു വേണ്ടി ഒരു നീരുറവയെ തുറന്ന ദൈവം, തന്റെ ഭക്തന്മാരെ പോറ്റിയ ദൈവം, നമുക്ക് വേണ്ടി കാൽവറി കൊലക്കളത്തിൽ പരമയാഗമാക്കിയ തന്റെ സ്വന്തം പുത്രനിലൂടെ തുറന്നിട്ട ജീവജലമെന്ന പുതുവഴിയാകുന്ന പുത്തൻ ജലാശയം നമ്മെ തണുപ്പിക്കട്ടെ, വിടുതലയ്ക്കട്ടെ, സൗഖ്യം തരട്ടെ. നമ്മളുടെ മേൽ സകലരും അസാധ്യമെന്ന് എണ്ണി എഴുതി തള്ളിയ വിഷയത്തിന്മേൽ ഇന്ന് സ്വർഗീയ നീരുറവ പൊട്ടി പുറപ്പെടട്ടെ. നിങ്ങൾ ഏത് വിഷയത്തിലാ ഭാരപ്പെടുന്നത്? സഹോദര, സഹോദരി, തമ്പുരാൻ നീ ഒരു അനുഗ്രഹം ചോദിച്ചാൽ മലയിലും താഴ്വാരത്തിലും കാലേബ് തന്റെ മകൾക്ക് നീരുറവയെ കൊടുത്തതുപോലെ അസാധ്യങ്ങളുടെ സകല തീരങ്ങളിലും സാധ്യതകളുടെ പുത്തൻ ജലാശയത്തെ തുറക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആകയാൽ ഈ പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തെ, സഹോദരങ്ങളെ, പ്രിയ അമ്മമാരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ വേദനകൾ, ഭാരങ്ങൾ ഇറക്കി വെക്കുക. ആത്മാർത്ഥമായി തമ്പുരാനോട് പറയുക, എന്റെ മകൾ ഭവനത്തിൽ നിൽക്കുന്നു, ഒരുപക്ഷെ ജോലിയിലായിരിക്കാം, വിവാഹപ്രായം കഴിഞ്ഞു, അവളുടെ കൂടെ പഠിച്ച കുഞ്ഞുങ്ങളുടെ ഒക്കെ വിവാഹം കഴിഞ്ഞു, എന്റെ മകന്റെ കൂടെ പഠിച്ച കുഞ്ഞുങ്ങളുടെ വിവാഹം കഴിഞ്ഞു, എന്റെ മകന്റെ മക്കളുടെ ഒപ്പം വിവാഹം കഴിഞ്ഞവർക്ക് തലമുറയായി, പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾക്ക് ആയിട്ടില്ല. വിദ്യാഭ്യാസം ഒന്നിച്ചു കഴിഞ്ഞു, ബാക്കിയുള്ള കുഞ്ഞുങ്ങളൊക്കെ ജോലിയിൽ പ്രവേശിച്ചു, എന്റെ കുഞ്ഞിതുവരെയും ഒരു ജോലിക്ക് കയറിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ 20 വർഷമായി 30 വർഷമായി ഗൾഫിന്റെ പ്രദേശത്ത് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിന്റെ വിവിധ ഇടങ്ങളിലായിരിക്കുന്നു. സ്വന്തമായി കയറി കിടക്കുവാൻ ഒരു ഭവനമില്ല. ഇപ്പോഴും കടബാധ്യത മാത്രമേ ഉള്ളൂ. ആശുപത്രി മാറി മാറി കയറി വേദനയിലും നിരാശയിലുമാണ്. ജോലി നഷ്ടമായി നാട്ടിൽ വന്നു നിന്നിട്ട് മാസങ്ങൾ വർഷങ്ങൾക്ക് വഴിമാറി ഇതുവരെയും ഒരു പുതുവഴി തുറന്നിട്ടില്ല. വിസയുടെ കാര്യങ്ങളിൽ തടസ്സങ്ങൾ മാത്രമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ നിങ്ങൾ കടന്നു പോകുന്ന
ഇന്നിന്റെ ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ തമ്പുരാൻ ജീവജലത്തിന്റെ നീരുറവയെ ഇന്ന് പകൽ തുറക്കട്ടെ. വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക, അടുത്തു വരിക. ഇതാ അക്സ തന്റെ പിതാവായ കാലേബിന്റെ അടുക്കൽ വന്ന് അനുഗ്രഹം ചോദിച്ചു വാങ്ങിയതുപോലെ ഇന്ന് പകൽ തമ്പുരാന്റെ അടുക്കലേക്ക് ചെല്ലാം. അപ്പാ, നീ എനിക്ക് ഒരനുഗ്രഹം തരണം. എന്റെ ഭവനത്തിന്റെ മേൽ, എന്റെ മകന്റെ മേൽ, എന്റെ മകളുടെ മേൽ, എന്റെ ആരോഗ്യത്തിന്റെ മേൽ, എന്റെ ജോലിയുടെ മേൽ, എന്റെ വിദ്യാഭ്യാസത്തിന്റെ മേൽ, എന്നോട് പോരാടിക്കൊണ്ടിരിക്കുന്ന രോഗത്തിന്റെ സകല ബീജങ്ങളുടെയും മേൽ എന്റെ അപ്പൻ ഒരു വിടുതലിന്റെ കാറ്റിനെ അയക്കണം, അനുഗ്രഹത്തെ പകരണം. ഇന്ന് ഒരു വിടുതലിന്റെ ദിനമാവട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങള് ഏത് രാജ്യത്തിരുന്ന് ഈ ദൈവവചനം കേട്ടാലും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനത്താൽ നിങ്ങളെ നിറയ്ക്കുകയും നിങ്ങളുടെ വരണ്ട മേഖലകളെ സ്വർഗീയ നീരുറവുകളാൽ പൊതിഞ്ഞ് നനച്ച് ഫലഭൂയിഷ്ടമാക്കി ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കൊടുക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ വളരെ സമൃദ്ധിയിലേക്ക് നയിക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ശക്തിപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ദൈവകൃപയോടെ മുന്നോട്ട് പോകുവാൻ ഇടയാക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ധന്യവും മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കാലേബിന്റെ മകൾ പിതാവിന്റെ അടുക്കൽ വന്നപ്പോൾ പിതാവിനോട് ആവശ്യം പറയുന്നതിന് മുൻപ് തന്നെ പിതാവ് മകളോട് പറഞ്ഞു, മകളെ, നിനക്കെന്താണ് വേണ്ടത്? അവൾ അവളുടെ അനുഗ്രഹം ചോദിച്ചപ്പോൾ അവൾക്ക് പർവ്വതത്തിലും താഴ്വാരത്തും നീരുറവയെ നൽകിയ ഒരു ലോകത്തിന്റെ പിതാവായ കാലേബാണെങ്കിൽ, ഹല്ലേലൂയ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എത്രയധികമായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയുവാൻ മതിയായവനെന്ന് വചനത്തിൽ കൂടെ ഇന്ന് ഉറപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ വരണ്ടുണങ്ങിയ, വേദന നിറഞ്ഞ, നിരാശയേറിയ, പ്രതികൂലമേറിയ ജീവിതത്തിൽ അപ്പനവിടുന്ന് ഒരു വലിയ നീരുറവിനെ തുറക്കണമേ. ദൈവകൃപയാൽ പൊതിയണമേ. ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, കാലേബിന്റെ ദൈവം, അക്സയുടെ ദൈവം ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാണ്. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ജീവജലം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ, നീരുറവയെ തുറക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന അനുഗ്രഹം തമ്പുരാൻ നിങ്ങളുടെ മടിയിലേക്ക് ധാരാളമായി ചൊരിയട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും ദിനമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ എല്ലാ നന്മകളാലും പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടികുളഞ്ഞി. God bless us all.